ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 25 നോയമ്പിൻ്റെ ആരംഭത്തിൽ തുടങ്ങി ഈ 50 നോയമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന ഭാഗ്യവചനധാര ശുശ്രൂഷയിലെ എല്ലാ പങ്കാളികൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. എല്ലാ തിന്മയ്ക്കും കാരണം ഇന്ന് ദ്രവ്യാഗ്രഹമാണ്. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി വിശുദ്ധ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലയോ? ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിലുന്നു, ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ അനവധി വ്യക്തി ജീവിതങ്ങൾ അനർഹമായ ദ്രവ്യ സമ്പാദനത്തിലൂടെ തകർന്നടിയുന്ന ധാരാളം സംഭവങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നു. തന്നോടുകൂടെ ഇരിപ്പാനും വചനം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും കർത്താവിൽ നിന്ന് അധികാരം പ്രാപിച്ച യൂദ ഇസ്കരിയോത്ത നല്ല ഉദാഹരണം. പേരിൻ്റെ അർത്ഥം തന്നെ പ്രൈസ് ഓഫ് ഗോഡ്. പക്ഷേ യൂദായുടെ ഭയങ്കര കൃത്യം അവനെ പരമവഞ്ചകൻ എന്ന പേരിന് അർഹനാക്കി. ദ്രവ്യാഗ്രഹത്തിൻ്റെ കെടുതികൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ധാരാളം കാണുന്നുണ്ട്. സർവ്വതിന്മകളുടെയും കാരണം ദ്രവ്യാഗ്രഹമാണ്. ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയും വിലപേശലുമാണ് യൂദ ഇസ്കരിയോത്ത ഇവിടെ നടത്തിയത്. ഈ 30 വെള്ളിക്കാശ് അവന് പ്രയോജനപ്പെട്ടോ? അതുമില്ല. സമൂഹത്തിൽ എത്രയോ ഉത്കൃഷ്ടരെന്ന് കരുതിയ പലർക്കും അവരുടെ അനധികൃത പണസമ്പാദനത്തിൻ്റെ രഹസ്യം ഒരു കൊച്ചു തൂവാലയാൽ മറയ്ക്കപ്പെടുമോ? യൂദായിക്ക് മാനസാന്തരത്തിനുള്ള അവസരം കർത്താവ് ധാരാളം നൽകി. എന്നാൽ അവൻ്റെ ദ്രവ്യാഗ്രഹവും സ്ഥാനമോഹവും അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. നമ്മൾ ഈ വലിയ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഇതിനകം ധാരാളം വചന ശുശ്രൂഷകൾ നമ്മൾ ശ്രവിച്ചു. എല്ലാ ഇടവുകളിലും കോർണർ മീറ്റിംഗ്, ഞായർ ദിന ചിന്തകൾ, യൂട്യൂബിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും അനവധി ചാനലുകളിൽ കൂടി വചന സന്ദേശം. എത്രമാത്രം ആത്മാർത്ഥമായി നമ്മൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് അനർത്ഥമാക്കിയിട്ടുണ്ടോ? സാത്താന്യ ശക്തിയോടുള്ള വലിയ പോരാട്ടമാണല്ലോ ഈ നോയമ്പ്. ഇതിൻ്റെ ലാഭം നമ്മൾ എത്രയെന്ന് സ്വയം വിലയിരുത്തണം. ഇന്ന് സഭയാണെങ്കിലും സമൂഹമാണെങ്കിലും യേശുവിനെ വേറിട്ട നിലകളിൽ കാണുന്നു. യേശുവിനെ കൊല്ലുമെന്നുള്ള ഉദ്ദേശത്തിലല്ല യൂദ ഇസ്കരിയോത്ത ഒറ്റിക്കൊടുത്തത്. പിന്നെയോ യേശുവിനെ ഒരു രാഷ്ട്രീയ വിമോചകനായിട്ടാണ് യൂദ മനസ്സിൽ കണ്ടത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും യൂദായിലെ ദ്രവ്യാഗ്രഹത്തെ വെല്ലുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ. മറ്റുള്ളവരിൽ നിന്നും നല്ലത് മാത്രം കേൾക്കണം, പ്രശംസിക്കപ്പെടണം. ഇത് ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥരാകുന്നു. നമ്മിലെ സ്വാർത്ഥത, ദ്രവ്യാഗ്രഹം, ആത്മപ്രശംസ, സ്വയത്തിലുള്ള അഹങ്കാരം എത്രമാത്രം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചിന്തനം ചെയ്യണം. തിന്മ ഹൃദയത്തിൽ കൂടുകൂട്ടിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും. ആയതിനാൽ കർത്താവിലാൽ അനുഗ്രഹിതരെ, ദൈവഹിതത്തെ നമ്മുടെ ഹിതമാക്കി മാറ്റുകയാണ് പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ലക്ഷ്യം. ആയതിന് നമ്മെ ഒരുക്കാം, സമർപ്പിക്കാം. നോമ്പും പ്രാർത്ഥനയും സൽപ്രീതിയുമോർത്താൽ സത്തമവൃത്തികളും കർത്താവിനു ദോഷം നൽകും. അതിനാൽ ആനന്ദം, ശാശ്വത നവജീവൻ, നാഗമഹാരാജ്യ എന്നിവ അവകാശിക്കുന്നു. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ സന്ദേശത്തെ ഉപസംഹരിക്കട്ടെ. ദൈവത്തിന് സ്തുതി.